അപ്പോൾ നമ്മൾ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ കുറിച്ച് ആ ഒരു മൊഡ്യൂളാണല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് ആറാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പേർഷ്യൻ കൾച്ചറിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പൊ നമ്മൾ പേർഷ്യൻ എംപയറിനെ കുറിച്ച് കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പേർഷ്യൻ കൾച്ചർ എന്തായിരുന്നു എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതൊന്നുകൂടെ കുറച്ചുകൂടെ എക്സ്പ്ലനേഷനോടുകൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പേർഷ്യൻ കൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എഷ്മാനിയൻ എംപയർ ഒരു 550 BCE ടു 330 BC, അതായത് പേർഷ്യൻ എംപയർ ഈ ഒരു സമയത്താണ് നിലനിന്നിരുന്നു പറഞ്ഞു. അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെ കോൺഗോർ, അദ്ദേഹം വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയം വരെ ഈ ഒരു എംപയർ നിലനിന്നിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഇറാനിയൻ കൾച്ചർ തകരുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പേർഷ്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് മറ്റ് കൾച്ചറുകളെ സ്വാധീനിച്ചിട്ടാണ് രൂപപ്പെട്ടു വന്നത്. അതിൽ ഗ്രീസ് ഉണ്ട്, ഇറ്റലി ഉണ്ട്, മെസഡോണിയ ഉണ്ട്, റഷ്യ, അറേബ്യ, പിന്നെ ഏഷ്യയിലെ മറ്റു പാർട്സ്, ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് പേർഷ്യൻ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഹിസ്റ്റോറിയൻസിന് അങ്ങനത്തെ ഒരു അഭിപ്രായങ്ങളുണ്ട്. പേർഷ്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് വേരിയസ് മറ്റു കൾച്ചേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൾട്ടി കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉള്ള സൊസൈറ്റി ആയിരുന്നു പേർഷ്യൻ സൊസൈറ്റി എന്ന് പറയാം. സം ടോട്ടൽ ഓഫ് മൾട്ടി കൾച്ചർ, ഒന്നിൽ കൂടുതൽ സംസ്കാരങ്ങൾ കൂടിച്ചേർന്ന ഒരു സംസ്കാരമായിരുന്നു പേർഷ്യൻ കൾച്ചർ എന്ന് പറയുന്നത്. ദെൻ ഇവർ പ്രധാനമായിട്ടും ട്രേഡ്, ബാങ്കിങ് സിസ്റ്റം തുടങ്ങിയവയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവരുടെ എക്കണോമിക് സിസ്റ്റം പറയുകയാണെങ്കിൽ ട്രേഡ്, മറ്റു ബാങ്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ കൊണ്ടുപോയിരുന്നു. ദെൻ ഏറ്റവും വലിയ എക്കണോമിക് സ്ഥിതി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. അഗ്രികൾച്ചറിന് ഒരുപാട് കൃഷിക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു പേർഷ്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അവര് ടെനൻസ് അഥവാ ഫാർമേഴ്സ്, ഫുൾ ടൈം കൾട്ടിവേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു അവിടെ. ദെൻ അവരുടെ ഒരു ഇറിഗേഷൻ സെറ്റപ്പിന് ആ ഒരു കൾച്ചറിനെ പറയുന്ന പേരാണ് ഖാനത്ത് എന്നത്. QANAT, ഖാനത്ത് എന്ന് പറയുന്നത് അവരുടെ സിസ്റ്റം, അഗ്രികൾച്ചറൽ സിസ്റ്റത്തിനെയാണ് ഖാനത്ത് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഇറിഗേഷന് വേണ്ടിയിട്ട് ചാനൽസ് കുഴിക്കുക, അണ്ടർഗ്രൗണ്ടിലൂടെ കൈവഴികൾ ഉണ്ടാക്കുക, ഇറിഗേഷൻ ഫെസിലിറ്റീസിന്. ആ ഒരു സിസ്റ്റത്തിനെയാണ് കാനത്ത് എന്ന് പറയുന്നത്. അവരുടെ ഇറിഗേഷൻ സിസ്റ്റത്തിനെ കാനത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറിഗേഷന് വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ ചാനൽസ് ക്രിയേറ്റ് ചെയ്യാണ്, വെള്ളം ഒഴുകി വരാനുള്ള കൈത്തടങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് കാനത്ത് എന്ന് പറയുന്നത്. ഇനി ഇവർ ഈ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ലാൻഡുകൾക്ക് നികുതി ഏർപ്പെടുത്തിയിരുന്നു, ഭൂമികൾക്കൊക്കെ നികുതി ഏർപ്പെടുത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനോട് പുറമെ എക്കണോമിയിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡിങ് ആക്ടിവിറ്റീസ് ഉള്ളിൽ, ആ ഒരു പേർഷ്യൻ കൾച്ചറിന്റെ ഉള്ളിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ ട്രേഡിന് അവർ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നു. ഓരോ സ്ഥലത്ത് നിന്നും ഓരോ ഉപകരണങ്ങൾ കൊണ്ടുവരികയും അങ്ങോട്ടേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സിസ്റ്റം അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ട്രേഡിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാരിയസിന്റെ കാലത്ത് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, ഒരു സ്റ്റാൻഡേർഡൈസ് യൂണിറ്റ്, ഒരു കൃത്യമായിട്ടുള്ള എല്ലായിടത്തും ഒരുപോലെയുള്ള ഒരു യൂണിറ്റ്, അവർക്കൊരു സെൻട്രലൈസ്ഡ് പവർ ആയിരുന്നു പറഞ്ഞല്ലേ, കേന്ദ്രീകൃത ഭരണമായിരുന്നു പറഞ്ഞല്ലേ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരു യൂണിറ്റ് ആൻഡ് മെഷേഴ്സ് എല്ലാ സ്ഥലത്തും ഒരുപോലെ കൊണ്ടുപോകാൻ അവർ സ്റ്റാൻഡേർഡൈസ് ആയിട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡിന്റെയും സിൽവറിന്റെയും കോയിൻസ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻസ്. ഈ ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻസ് ഇറക്കുമ്പോൾ തന്നെ അതെന്താണ്, ഒരു നിശ്ചിത വാല്യൂ നൽകിക്കൊണ്ടാണ് ഇറക്കുന്നത്. ഒരു നിശ്ചിത വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോ ഗോൾഡ് ആൻഡ് സിൽവറിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ നൽകുകയാണ്, ഒരു എമൗണ്ട് നൽകിയിട്ടാണ് അവർ ആ സംഭവം ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ളൊരു മണി എക്സ്ചേഞ്ച് സിസ്റ്റം ആയിരുന്നു, അല്ലെങ്കിൽ പണമിടപാട് സംവിധാനമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഇവര് ഈ ട്രേഡിന് വേണ്ടിയിട്ട്, ഡൊമസ്റ്റിക് ട്രേഡിന് വേണ്ടി, ഉള്ളിലുള്ള ട്രേഡിന് വേണ്ടിയിട്ട് ഒരുപാട് റോഡുകൾ നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോട് കൂടെ തന്നെ ബാക്ട്രിയ, ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടും അവര് ഒരുപാട് പാതകൾ, കടൽപാത ആയിക്കോട്ടെ, ഇൻലാൻഡ് ട്രേഡിന് വേണ്ടി റോഡ്, അങ്ങനത്തെ ഒക്കെ അവർ നിർമ്മിക്കുകയും കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നു. നമുക്കറിയാം സൂയസ് കനാല്, ഇന്ന് സൂയസ് കനാലിനെ കുറിച്ച് അറിയാം അല്ലെ. സൂയസ് കനാലിന്റെ മാതൃകയിൽ അവരൊരു ഓൾഡ് സൂയസ് കനാല് പണിതിട്ടുണ്ടായിരുന്നു, മെഡിറ്ററേനിയനും റെഡ് സീനും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പഴയ ഒരു സൂയസ് കനാലിന്റെ മാതൃകയിൽ പണിതിട്ടുള്ള ഒരു കനാലായിരുന്നു, ടു കണക്ട് മെഡിറ്ററേനിയൻ സീ ആൻഡ് റെഡ് സീ. അതിനോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഷിപ്പ് സംവിധാനിച്ച നാവിക സംവിധാനങ്ങളെല്ലാം അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഷിപ്പിൽ അവിടെ നിന്ന് എത്താൻ കുറെ സമയം എടുക്കുമല്ലേ, പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്താൻ. അപ്പോൾ ആ ഒരു ട്രാവലിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഒരു സീ റൂട്ട് തന്നെ ആരുണ്ടാക്കിയിട്ടുണ്ട്, ഈ പേർഷ്യൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഇന്ത്യ, അറേബ്യ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പൈസസ്, സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു മാർഗമായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ തന്നെ സിൽക്ക് തുടങ്ങിയവയൊക്കെ പേർഷ്യയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ത്യനായിട്ടൊക്കെ അവർ ട്രേഡ് നടത്തിയിട്ടുള്ളത്. അപ്പൊ ട്രേഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ഇവിടെ. ഈ ട്രേഡ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായി തന്നെ എന്താണ്, മറ്റ് സ്ഥലങ്ങളുമായിട്ട് കൾച്ചർ അവരിലേക്ക് വരികയാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കൾച്ചർ അല്ലെങ്കിൽ അവിടുത്തെ സാധനങ്ങൾ ഇവര് അനുകരിക്കുകയാണെങ്കിൽ അത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് ഒരു ട്രേഡിന്റെ ഭാഗമായിട്ട് ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു ടീച്ചറായിട്ട് പറയുന്നത് ഈ ബാബിലോൺ, ഈ എന്താണ് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ സമയത്ത് ഒരുപാട് കൺസ്ട്രക്ഷൻസ്, ബിൽഡിങ്സ് ഒക്കെ തകർത്തായിട്ടെല്ലാം പറയുന്നുണ്ട് അല്ലെ. ഒരുപാട് സെന്റേഴ്സ് ഒക്കെ തകർക്കുന്നുണ്ട്. അതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് പേർഷ്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ട്. അപ്പോ ഈ സിഗുറാത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിഗുറാത്തുകൾ റീകൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, പുനർനിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജെറുസലേം തകർക്കുന്നുണ്ട്. മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ജെറുസലേമിനെയൊക്കെ അറ്റാക്ക് ചെയ്യുകയും തകർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പറയുന്നത്. അതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യുകയും സേവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ജെറുസലേമിനെയൊക്കെ സേവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ പേർഷ്യൻ കൾച്ചറിൽ. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് മെറ്റൽ വർക്കുകളോട്, ഗോൾഡ് ആൻഡ് സിൽവർ ജ്വല്ലറീസ്, വെപ്പൺസ്, സീൽസ്, ഇറാനിയൻ ഫിഗേഴ്സും ഒക്കെ ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കുകയും അതിന്റെ ട്രേഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു വിഭാഗമായിരുന്നു തിങ്കേഴ്സ്, ചിന്തകർ. ഒരുപാട് ഉയർന്ന ചിന്തകര് ഉണ്ടായിരുന്നു, ഗ്രേറ്റ് തിങ്കേഴ്സ് ഈ സമയത്ത് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 2 ആൾക്കാരുടെ പേരാണ് ഹെറാക്ലിറ്റസും എംഫ്യൂസസും. ഹെറാക്ലിറ്റസും എംഫ്യൂസസും ആണ് പ്രധാനപ്പെട്ട തിങ്കേഴ്സ് ആയിട്ട് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഡാരിയസിന്റെയും സെർസസിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഒരുപാട് പുതിയ പാലസസ് ഒക്കെ, ഒരു കൊട്ടാരങ്ങളെല്ലാം അവർ നിർമ്മിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവര് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോ എക്യുപ്മെന്റ്സ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ പാലസസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കല്ല് കൊണ്ടുവരുന്നത് എലം എന്ന സ്ഥലത്ത് നിന്ന്, ടിമ്പർ, തടികളും കാര്യങ്ങളൊക്കെ ലെബനനിൽ നിന്ന്, ഗോൾഡ് കൊണ്ടുവരുന്നത് ലിഡിയ ആൻഡ് ബാക്ട്രിയയിൽ നിന്ന്, സിൽവർ കൊണ്ടുവരുന്നത് ഈജിപ്തിൽ നിന്ന്, ഡൈ ഫ്രം അയോണിയ, ഐവറി കൊണ്ടുവരുന്നത് നുബിയ ആൻഡ് ഇന്ത്യ. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് അവര് ഓരോരോ എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നിട്ടാണ് പല പാലസുകളൊക്കെ അവര് നിർമ്മിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അവിടെ ഒരു സെൻട്രലൈസ്ഡ് മൊണാർക്കി ആയിരുന്നു എന്ന് പറഞ്ഞല്ലേ. സെൻട്രലൈസ്ഡ് മൊണാർക്കി ആയിരുന്നു, അവിടെ ഒരു സ്റ്റാൻഡിങ് ആർമി ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ 23 സത്രബീസ് ഇവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പേർഷ്യൻ എംപയറിൽ ഒരു 23 സത്രാബീസ്, അതിന്റെ പീക്ക് സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ ഒരു 23 സത്രാബീസ് ഉണ്ടായിരുന്നു. ഈ എല്ലാ സത്രാബീസിലും ഒരു കോമൺ കറൻസി, ഗോൾഡ് ആൻഡ് സിൽവറിന്റെ ഒരു കോമൺ കറൻസിയും ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ സിഗുററ്റ്സ് ജെറുസലേം റീകൺസ്ട്രക്ട് ചെയ്തു. ഇതൊക്കെ ഇവരുടെ ആർക്കിടെക്ചറൽ വർക്ക്സിന്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. പഴയ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചെടുക്കുന്ന പോലെ ഒരുപാട് സ്ഥലങ്ങൾ റിനോവേറ്റ് ചെയ്തിട്ട് സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്ലാറ്റ്ഫോംസ്, ടെറസ്ഡ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ടെറസ്ഡ് ബിൽഡിങ്സ് ഒക്കെ ഇവര് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ മോട്ടീവ്സ്, സിമ്പിൾസ് ഒക്കെ പല ആനിമൽസിന്റെ, ബേർഡ്സിന്റെ അങ്ങനത്തെ ഒക്കെ മോട്ടീവ്സ്, കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇവര് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ടെമ്പിൾസിനേക്കാൾ കൂടുതൽ പാലസസ്, കൊട്ടാരങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു പേർഷ്യൻ കൾച്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് പറയുന്നത് സൊറസ്ട്രേനിസം എന്ന് പറയുന്ന മതമാണ്. എന്തായിരുന്നു സൊറസ്ട്രേനിസം? സൊറസ്ട്രേനിസം എന്ന് പറഞ്ഞാല് ആദ്യമായിട്ട് ഒരു റിലീജിയൻ എന്ന അടിസ്ഥാനത്തിൽ ഫോം ചെയ്യുന്ന സൊറസ്ട്രേനിസം ആണ്. ഒരു ഫസ്റ്റ് റിലീജിയൻ ആയിട്ട് നമുക്ക് സൊറസ്ട്രേനിസത്തിനെ പറയാം. അതുവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓരോ ഇപ്പൊ സൺ ഗോഡ്, മൂണ്, അങ്ങനത്തെ ഒരു ദൈവത്തിനെ നിർമ്മിച്ചുകൊണ്ട് ആരാധിക്കുന്ന ഒരു രീതിയായിരുന്നെങ്കിൽ ഒരു റിലീജിയസ് ഫോമിലേക്ക് വരുന്നത് സൊറസ്ട്രേനിസം ആയിരുന്നു. ആരാണ് സൊറസ്ട്രേനിസം കണ്ടെത്തുന്നത്? സൊറാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. സൊറാസ്റ്ററിനെ തന്നെ സരൂദുസ്ത്ര എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പൊ ഇവര് 5th സെഞ്ചുറി BC തുടങ്ങിയിട്ടുള്ള ഒരു മതമാണ് സൊറസ്ട്രേനിസം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞ പല മതങ്ങളിലെ ഏറ്റവും പൂർവികമായിട്ടുള്ള മതമാണ് സൊറസ്ട്രേനിസം എന്ന് പറയുന്നത്. സൊറസ്ട്രേനിസം എന്ന് പറഞ്ഞ മതത്തില് ഒരു പ്രത്യേകത, പോളിത്തിയസത്തിന് അവരെതിരായിരുന്നു. ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു സംവിധാനത്തിനെതിരായിരുന്നു സൊറസ്ട്രേനിസം എന്ന് പറയുന്ന വിശ്വാസം. അതുപോലെ തന്നെ കൺകെട്ട്, ബ്ലാക്ക് മാജിക് പോലെ, അല്ലെങ്കിൽ ആനിമൽ സാക്രിഫൈസ്, കുരുതി കൊടുക്കുക, മൃഗങ്ങളെ കുരുതി കൊടുക്കുക തുടങ്ങിയ സിസ്റ്റത്തിനൊക്കെ എതിരായിരുന്നു സൊറസ്ട്രേനിസം എന്ന് പറയുന്ന മതം.
ഇനി സൊറസ്ട്രൈനിസിനെ തന്നെ സൊറസ്ട്രൈനിസത്തിന്റെ വിശ്വാസപ്രകാരം, മതത്തിന്റെ വിശ്വാസപ്രകാരം ഭൂമിയെ രണ്ടാക്കി തിരിക്കും, യൂണിവേഴ്സിനെ രണ്ടാക്കി തിരിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് അഹൂറ മസ്ദ എന്നും മറ്റേത് അഹ്രിമാൻ എന്നും പറയും. അഹൂറ മസ്ദയും അഹ്രിമാനും. അഹൂറ മസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്, നല്ലത് എന്ന് പറയുന്ന വശമാണ് അഹൂറ മസ്ത എന്ന് പറയുന്നത്. അതിൽ വളരെ സോഷ്യൽ കണ്ടക്റ്റോട് കൂടിയിട്ട് മോറലായിട്ട് എത്തിക്കലായിട്ടൊക്കെ ജീവിക്കുന്ന, സത്യത്തിന്റെയും നന്മയുടെയും ഒക്കെ പാതയിലൂടെ പോകുന്നതിനെയാണ് അഹൂറ മസ്ദ എന്ന് പറയുന്നത്. ഗുഡ്, നല്ലതിന്റെ ഭാഗമാണ് അഹൂറ മസ്ദ. അതേസമയം അഹ്രിമാൻ എന്ന് പറഞ്ഞാൽ ഈവിൾ ആണ്, തെറ്റായിട്ടുള്ള കാര്യങ്ങളെയാണ് അഹ്രിമാൻ എന്ന് പറയുന്നത്. അപ്പൊ അഹ്രിമാൻ റെപ്രസെന്റിങ് ദി ഈവിൾ ഫോഴ്സസിനെയൊക്കെയാണ് അഹ്രിമാൻ ഇതാക്കുന്നത്. അപ്പൊ അഹൂറ മസ്ദിയുണ്ട്, അഹ്രിമാനുണ്ട്. അങ്ങനെ രണ്ട് തരത്തിലാണ് യൂണിവേഴ്സിനെ സൊറസ്ട്രൈനിസം എന്ന് പറഞ്ഞ മതം തരംതിരിച്ചിട്ടുള്ളത്. അപ്പോ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ക്രിസ്ത്യൻ ഫിലോസഫി എല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി സൊറസ്ട്രൈനിസം റിലീജിയൻ പ്രാധാന്യം നൽകുന്നത് ഒരാൾക്ക് തെറ്റ് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമാര് നൽകുന്നുണ്ട്. സൊറസ്ട്രൈനിസം എന്ന് പറയുന്ന മതം നൽകുന്നുണ്ട്. ലിബർട്ടി ടു സിൻ ഓർ നോട്ട് ടു സിൻ, അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം അവര് നൽകുന്നുണ്ട്. അതാണ് അവരുടെ മോറൽ കോഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ അഹൂറ മസ്ത എന്ന് പറഞ്ഞ ഒരു വശം ഉണ്ടെന്നല്ലേ. അഹൂറ മസ്തയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലവ് ആണ്, എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. ലവ് ടു വൺ അനദർ, ട്രൂത്ത്ഫുൾ ആയിരിക്കുക, സത്യസന്ധമായിരിക്കുക. അപ്പൊ സ്നേഹവും സത്യസന്ധതയുമാണ് അഹൂറ മസ്ത എന്ന് പറയുന്ന ഭാഗം പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. ഇനി ഈ സൊറസ്ട്രൈനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫിലോസഫിയാണ്. റിലീജിയൻ ആണെന്ന് പറഞ്ഞാൽ അതൊരു ഫിലോസഫിക്കൽ എലമെന്റ് ആണ്. ഒരുപാട് ഫിലോസഫീസ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. ഈ സൊറസ്ട്രൈനിസം പിന്നീട് റോം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ 4th സെഞ്ചുറി BC റോമിലൊക്കെ സ്പ്രെഡ് ആവുകയും അവിടെ ഒരുപാട് ഇമ്പോർട്ടൻസ് കിട്ടുകയും ക്രിസ്ത്യാനിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയം വരെ സൊറസ്ട്രൈനിസം നല്ല രീതിയിൽ പ്രചാരണം നേടിയിട്ടുള്ള ഒരു റിലീജിയൻ തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് റിലീജിയൻ, ഒരു ആദ്യകാല റിലീജിയന്റെ ഫോമിലേക്ക് വന്നിട്ടുള്ള ആദ്യ സെറ്റപ്പാണ് സൊറസ്ട്രൈനിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് പേർഷ്യനിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, അവരുടെ എക്കോണമി പറഞ്ഞു, പിന്നെ ട്രേഡ് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞു, ബിൽഡിങ്സിനെ കുറിച്ച്, ആർക്കിടെക്ട്സിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സൊറസ്ട്രൈനിസം എന്ന് പറയുന്ന റിലീജിയനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം കൂടി ചേരുന്നതാണ് പേർഷ്യയുടെ കൾച്ചർ എന്ന് പറയുന്ന ഒരു 5th സെഞ്ചുറി BC തുടങ്ങുന്ന പേർഷ്യയുടെ കൾച്ചർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതിലോടുകൂടി നമ്മൾ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ ഒരു മൊഡ്യൂള് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ നമ്മൾ ആദ്യം മുതൽക്ക് തന്നെ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ 5000 BC മുതൽക്ക് നമ്മൾ വളരെ അതിനുശേഷം ഒരുപാട് കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള പേർഷ്യൻ കൾച്ചർ ഒരു 330 BC വരെയുള്ള കാലഘട്ടമാണ് പറയുന്നത്. മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ മുതൽ പേർഷ്യൻ കൾച്ചർ വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയാണുള്ളത്. എല്ലാവർക്കും താങ്ക് യു.